നമസ്കാരം. ശബരിമലയിലെ ഒരു പീഠവുമായി ബന്ധപ്പെട്ട് മോഷണം പോയെന്ന് ആരോപിക്കുകയും ആ ആരോപിച്ച ആൾ തന്നെ പ്രതിയായി വരുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കണമെന്ന് ഉള്ള രീതിയിൽ ഈ മോഷ്ടിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ആരോപിക്കുകയും ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇപ്പോ വാദി പ്രതിയാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മൾ കേരളമാകെ ചർച്ചയാവുകയും ചെയ്ത ഒരു വിഷയമാണിത്. ഇപ്പോ അയ്യപ്പ സംഗമം നടത്തി നല്ല നിലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തന്മാരുടെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ അതിൽ വരികയും ആ അയ്യപ്പ സംഗമം നല്ല നിലയിൽ വിജയിച്ചു നിൽക്കുകയാണ്. ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ട വിധമുള്ള അവിടുത്തെ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടും ഉള്ള ഒരു സംഗമമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 6 ദിവസം മുമ്പാണ് ഇത് മോഷണം പോയത്. ഈ മോഷണം പോയ മുതൽ മോഷണം പോയെന്ന് ആരോപിച്ച ഒരു വ്യക്തി മുന്നോട്ട് വരുന്നു. ആ ആരോപിച്ച വ്യക്തി തന്നെ പ്രതിയാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് നമ്മൾ. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്ക് പോകവേ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ശബരിമലയിലെ പീഠം മാത്രമല്ല അവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ കൂടുതൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്വർണപ്പാളിയും അതുപോലുള്ള മറ്റ് വിശേഷാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ശബരിമലയിലെ പ്രധാനപ്പെട്ട പല വസ്തുക്കളും അവിടെ നിന്ന് കാണാനില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വെളിപ്പെടുത്തലുകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോ സിനിമാ നടൻ ജയറാമിന്റെ വീട്ടിൽ പൂജയും മറ്റും നടത്തുന്നതിന് വേണ്ടി ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി അവിടെ ചെല്ലുകയും പൂജ നടത്തുന്നതിന് വേണ്ടി ശബരിമലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നിലയുള്ള പിരിവും കാര്യങ്ങളും അതുപോലെ തന്നെ ലക്ഷങ്ങൾ വില വരുന്ന പൂജകളുമൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൈസ മുഴുവനും ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയിലേക്ക് വന്നു ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം മുഴുകിയിരുന്നത്. എന്തായാലും ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം കാണാതാവുകയും ആ കാണാതാവുന്ന വസ്തുക്കൾ അതിനെ വെച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനും മറ്റ് ക്രിയകൾക്കും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമുള്ള ഒരു ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ അരുൺകുമാർ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വരാം. കൂടി അറിയണം. ദാരുശില്പത്തിൽ ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 397 ഗ്രാം ആണ്. ഇതെങ്ങനെയാ മനസ്സിലായത്? ഇതിന് എത്ര കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു? അന്ന് 42.8 കിലോഗ്രാം ചെമ്പുപാളിയിലാണ് ഈ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2019 സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നത് 42.8 കിലോഗ്രാം വരുന്ന ചെമ്പുപാളികൾ 14 എണ്ണമാണ് മഹസറിൽ രേഖപ്പെടുത്തി കൊണ്ടുപോയത്. സ്വർണമല്ല. ആകെ അതിൽ സ്വർണം ഉണ്ടായിരുന്നത് 397 ഗ്രാം സ്വർണ്ണമാണ് തിരിച്ച് പൂശി ഇവിടേക്ക് കൊണ്ടുവരുന്നതായിട്ട് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 2019 കണക്കാണ് കേട്ടോ. അന്ന് 4.41 കിലോഗ്രാം കുറഞ്ഞിരുന്നു. ഏതിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്? ചെമ്പുപാളിയിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ പരക്കെ ഉയരുന്ന തെറ്റിദ്ധാരണ. 4 കിലോഗ്രാം സ്വർണം അടിച്ചു മാറ്റിയോ? അല്ല. അതിൽ ആകെ ഉണ്ടായിരുന്ന 42 കിലോഗ്രാം ചെമ്പിൽ 4.41 കിലോഗ്രാം ചെമ്പ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 397 ഗ്രാം സ്വർണം മാത്രമാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 50 പവൻ അടുത്ത് വരും. 49 പവൻ മാത്രമേ വരത്തുള്ളൂ. ഇതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. ഇത് 2019 അതിനുശേഷം പിന്നീട് ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഈ ചെമ്പുപാളി പലയിടങ്ങളിലും കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കാശുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ അനുമാനം.
നമ്മളും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. കാരണം സ്വർണം നേരിട്ട് അടിച്ചു മാറ്റുകയല്ല ചെയ്യുന്നത്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജവാതിൽ കൊണ്ട് പൂജിച്ചു എന്നാണ് ഇന്ന് വിശ്വംഭരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ പൂജ നടത്തിയെന്നാണ്. നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ ശബരിമല സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിയെടുത്തുകൊണ്ട് പോയത്? ഇന്നേ വരെ സന്നിധാനത്തിന്റെ വാതിൽ ഇളക്കിക്കൊണ്ട് പോയിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പറയുന്നത് അങ്ങനെയല്ല, അവിടെ വെക്കാൻ കൊണ്ടുപോകുന്ന വാതിൽ. അപ്പൊ അങ്ങനെയാണ് ഇളക്കി കൊണ്ടുപോയതല്ല, അവിടെ വെക്കാൻ. അങ്ങനെ പറഞ്ഞു അതേപോലെയാണ് ഈ പീഠവും. അയാൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന എന്താണ്? ഇതാ സന്നിധാനത്ത് കൊണ്ടുപോയി ഞങ്ങൾ വെക്കാൻ പോകുന്ന വാതിൽ ഇതാ പൂജിക്കുന്നു. എവിടുന്നോ ഒരു ചെമ്പുപാളി എടുത്ത് അതിനകത്ത് 5-6 ഗ്രാം സ്വർണവും പൂശി പെയിന്റും അടിച്ച് അവിടെ കൊണ്ടുവച്ച് അത് വാതിൽ പൂജ നടത്തി ലക്ഷങ്ങൾ തട്ടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ സന്നിധാനത്ത് വാതിൽ പൂജ നടത്താനോ സന്നിധാനത്തൊരു പ്രത്യേക വാതിലോ ഈ സാഹചര്യത്തിലും ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സ്വർണ്ണപീഠവും കൊണ്ടൊരു തള്ളലുമായിട്ട് വന്നത്, അതാണ് അയാളെ കുടുക്കിയത്. അതിനു പിന്നിലുള്ളത് അത് നിഷ്കളങ്കതയല്ല, അത് വാണിജ്യ താല്പര്യം മാത്രമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് 6 ദിവസം മുൻപ് സ്വന്തം വീട്ടിൽ ആ പീഠമിരിക്കെ അത് വാസുദേവന്റെ കയ്യിൽ ഉണ്ടെന്നറിയാമായിരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് വന്ന് ഈ പീഠം കാണാനില്ല എന്ന് സംശയത്തിന്റെ വിത്തുപാകിപ്പോയത് ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന്റെ നിഴൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഇതിൽ പഹളിയിട്ടുണ്ട്. ഈ കലാകാലങ്ങളിലായിട്ട് വന്ന ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, ബോർഡ് അംഗങ്ങൾക്ക് ഒക്കെ ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ അവതാരങ്ങളെ തിരിച്ചറിയണം എന്ന് 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ഇതേപോലുള്ള അവതാരങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് പലയിടങ്ങളിലും ആ അവതാരങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. പക്ഷേ ഇക്കുറി അയ്യപ്പനോടാണ് കളി, അയ്യപ്പൻ വിടില്ല എന്നുള്ളതാണ് അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് എന്നതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. ഒരു കാര്യം ചേർത്ത് പറഞ്ഞോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി നിങ്ങൾ സംശയിക്കേണ്ട, അങ്ങനെ പോയിട്ടില്ല. അതെ, ഒന്നുകൂടെ പിരിച്ചോ എന്നാണ് അതാണ് പ്രധാന വിഷയം. സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി സമ്പന്നനാവേണ്ട ഒരാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല. കാരണം സ്വർണത്തെക്കാൾ വലുതാണ് ഒരു തവണ ഈ സ്വർണ്ണപ്പാളിയിന്മേലുള്ള വിശ്വാസം വിറ്റുള്ള ജീവിതം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പാളിയോ എന്നാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം വമ്പൻ ഹിറ്റായതിനു ശേഷം ഇവർ വളരെ വെപ്രാളത്തിലാണ്. ഇത് നടത്താൻ പോകുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലും, പ്രതിപക്ഷത്തിനും BJPക്കും RSSനും ഒക്കെ നല്ല നിലയിലുള്ള ഒരു പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. എന്തെന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ഈ ശബരിമലയിലെ എല്ലാ വിശ്വാസികളെയും, അയ്യപ്പ വിശ്വാസികളെ എല്ലാം കോർത്തിണക്കി ലോകത്തുള്ള സകല അയ്യപ്പ വിശ്വാസികളും പങ്കെടുത്തുകൊണ്ട് ഏകദേശം 4000-ന് മേൽ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തത്. എന്നാൽ അത് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ നിശിതമായി ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് ആ അയ്യപ്പ സംഗമം നടത്തുന്നതിന് 6 ദിവസം മുമ്പ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പീഠം കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും ആ പരാതി കൊടുത്ത ആൾ തന്നെ പ്രതിയാകുന്ന കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിലെ പല ഇതുപോലുള്ള പീഠങ്ങളും പാളികളും, സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണാതെ ആകുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും തെളിഞ്ഞു വരികയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നല്ല നിലയിൽ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയമായ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ 4000-ഓളം പേർ പങ്കെടുത്തിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറയുന്നത് വെറും 600 പേർ പങ്കെടുത്തെന്ന് മാത്രമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആദ്യത്തെ സെഷനിൽ എല്ലാവരും, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ വേദിയിലാണ് എല്ലാവരും കൂടി ഉള്ള ഒരു വേദിയിൽ 4000-ഓളം പേർ പങ്കെടുത്തത്. തുടർന്ന് പല സെഷനുകളായിട്ട് നടക്കുന്ന വേദികളിലേക്ക് മാറിയതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 600-ഉം 1000-ഉം 2000-ഉം ഒക്കെ ആൾക്കാർ മറ്റു വേദികളിലേക്ക് മാറിയതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഒരു വേദിയിലെ ഒരു കാഴ്ച മാത്രം കാണിച്ചുകൊണ്ട് 600 പേർ മാത്രമേ പങ്കെടുത്തൂ എന്നുള്ളത് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വസ്തുത ഇതായിരിക്കെ 4200-ഓളം പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ സത്യാവസ്ഥ പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കുന്നതിന് വേണ്ടി 5 ദിവസം മുമ്പേ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെയൊക്കെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.